ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ എപ്പിസോഡിലും പറയാറുള്ളതുപോലെ വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. അതായത് ജപധ്യാനാദികൾ, ക്ഷേത്രാധികാരികൾ, ക്ഷേത്ര ദർശനം, ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുക, നമ്മളെന്തെങ്കിലും അവിടെ സമർപ്പിക്കുക, ഇങ്ങനെയുള്ള ചെറിയ വഴിപാടുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈശ്വരാർപ്പണത്തിന് അത് ധാരാളം മതിയാകുന്നതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇന്നത്തെ എപ്പിസോഡിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എല്ലാ മാന്യപ്രേക്ഷകർക്കും അറിയാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. ഈ ഓണം ആഘോഷത്തിൻ്റേതായിരിക്കട്ടെ എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് നമ്മൾ മാറ്റിവെച്ച് ആഘോഷിക്കുക. ആഘോഷം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും പിന്നീട് വളരെ ക്രിയാത്മകമായിട്ട് നമ്മളെ പ്രവർത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വിൽ ബി ബെറ്റർ, അവർ എനർജി ലെവൽ വിൽ ബി ബെറ്റർ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷത്തിന് ഈശ്വരാർപ്പണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്തച്ചമയം നമ്മൾ അത്തം ഇടുക എന്ന് പറഞ്ഞ ആചാരം ഇടയ്ക്ക് കുറേ കാലം അതൊട്ടുമേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എങ്കിലും ഇന്നൊരു റീജുവനേഷൻ, ഒരു തിരിച്ച് വരവ് വന്നിട്ടുണ്ട്. പല വീടുകളിലും കളക്റ്റീവായിട്ടുമൊക്കെ അത്തമിടുക എന്ന് പറഞ്ഞൊരു പഴയ മനോഹരമായിട്ടുള്ള ഒരു ആചാരം വന്നിട്ടുണ്ട്. അനുഷ്ഠാനം കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകം അറിയാം. നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ പല നിയമങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അവെയറല്ല. നമ്മുടെ പ്രപഞ്ച രഹസ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൻ്റെ ആ ഷേപ്പ്, രൂപം, സർക്കുലർ അറിയാമല്ലോ. നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ചക്രം, ശ്രീചക്രം, മഹാസുദർശനം, ഇങ്ങനെയുള്ള ചക്രങ്ങളുണ്ടല്ലോ. ഇത് അതുപോലെ തന്നെ പുഷ്പത്തിൻ്റെ നിറം, ഏത് പുഷ്പമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അത്തപ്പൂക്കളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആചരിച്ച് വരുന്നുണ്ട്. പലപ്പോഴും അത്തമിടുന്നവർക്ക് തന്നെയും അത് പൂർണ്ണമായിട്ടൊരു ബോധ്യം വരണം എന്നില്ല. എന്നാലിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എങ്ങനെയാണ് അത്തമിടേണ്ടത്, അത്തത്തിൻ്റെ പിന്നിലുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്, അത് ഭാരതീയ ആചാരം അല്ലെങ്കിൽ കേരളീയമായിട്ടുള്ള ഒരു ആചാരപ്രകാരം ഏതൊക്കെ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലെ പ്രാധാന്യം എന്താണ്, ആ നിറത്തിൻ്റെ പ്രാധാന്യം, ആ പൂവ് തിരഞ്ഞെടുക്കുന്നതിലുള്ള പ്രാധാന്യം, അതിൽ വരുന്ന ദൈവാർപ്പണത്തിൻ്റെ, ഈശ്വരാർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പൂക്കളം ഒരുക്കുമ്പോൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പല ക്ലാസ്സുകളുമുണ്ട്. ഈ പ്രോഗ്രാം ജ്യോതിഷവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് അധികം കിടക്കുന്നില്ല. എന്നാലും ഓണം ആഘോഷിക്കുക, ആചാരപ്രകാരം തന്നെ ആഘോഷിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈശ്വരാർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഈ ഈശ്വരാർപ്പണം നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ കഴിയുന്ന ഒരു സ്പന്ദനം, അല്ലെങ്കിൽ നമ്മളെ എനർജി എന്ന് പറയുന്നല്ലോ, ആ ഒരു ഊർജ്ജസ്വലത നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിവെക്കുന്നു താൽക്കാലത്തേക്ക്. അത് പൂർണ്ണമായിട്ടും നീങ്ങുകയോ കുറയുകയോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഭാവി മനോഹരമാക്കാം. സന്തോഷകരമായിട്ടുള്ള, സൗഭാഗ്യത്തോടെയുള്ള, ആരോഗ്യത്തോടുകൂടിയുള്ള, ഐശ്വര്യത്തോടുകൂടിയുള്ള ഒരു ഓണാഘോഷം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. അധിക യാത്രയുണ്ടാകുവാനും ജോലി തരപ്പെടുവാനുമുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ഹൈ കോൺടാക്ട്സ് ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുണ്ട്. നമ്മുടെ യാത്രയിൽ പലരുമായിട്ടുള്ള കോൺടാക്ട്സ് നമ്മുടെ ഉയർച്ചയെ സഹായിക്കുന്ന രീതിയിൽ പിന്നീട് വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ബെറ്റർ സാലറിയോ ലഭിക്കുവാനുള്ള യോഗം, ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് തരക്കേടില്ലാത്ത ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം
യോഗമുണ്ട് എന്നുള്ളതാണ്. ബന്ധുസമാഗമം, പഴയ പരിചയക്കാരെയൊക്കെ കാണാനൊക്കെയുള്ള ഒരു അവസരം ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. ബിസിനസ് ഫീൽഡിലുള്ളവർക്ക് അവരുടെ സെയിൽസ് ഒന്ന് മെച്ചമാകുവാനും, പലപ്പോഴും സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ, അതിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഐറ്റംസൊക്കെ ചിലവായി അതൊക്കെ സെയിലായിട്ട് ലാഭമുണ്ടാകുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ജീവിത പങ്കാളി വന്നു ചേരുവാനുള്ള ഭാഗ്യ സൂചനകളും കാണുന്നുണ്ട്. ജാതകത്തിൽ എന്തെങ്കിലും 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട പാപത്വമൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി പരിഹാരം അനുഷ്ഠിക്കുക. നല്ല വിവാഹബന്ധം തന്നെ ലഭിക്കും. ഹയർ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യം ഈ വാരം കാണുന്നു. ഈ രാശിയിൽ ജനിച്ച എല്ലാ രാശിയിലും അത് വരാറുണ്ട്. അല്പം ചിലർക്കെങ്കിലും കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് അവർ അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുക. അന്നപൂർണേശ്വരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളും. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അധിക വരുമാനമുണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട്. യാത്രകൾ ധാരാളം ഉണ്ടാകാം. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് ചില ഗെയിൻസ് ഉണ്ടാകുന്ന വാരമാണെന്നറിയാം. സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള, അത് കെട്ടിക്കിടക്കുന്ന കുറേ നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറേ സെയിൽസായി പോകാനുള്ള സാധ്യത ഈ വാരം ഏറെ കാണുന്നു. മനസ്സിന് അകാരണമായിട്ടുള്ളൊരു ടെൻഷൻ വരാം എന്നുള്ളൊരു ചെറിയൊരു പ്രയാസമുണ്ട്. അതായത് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നും വേണ്ട. ലൈഫ് ഹാസ് ബിക്കം ഓർ ഇറ്റ് ബിക്കമിങ് അൺസർട്ടൻ എന്നുള്ളൊരു ഫീല് വരാം എന്നുള്ളതാണ്. അത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. നാരായണീയ പാരായണം കൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. രാവിലെയും വൈകുന്നേരവും നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം പാരായണം ചെയ്തോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അധിക പണച്ചെലവിടെ സൂചിപ്പിച്ചു. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതൊന്ന് കുറയ്ക്കുക. പഴയ ബാധ്യതകളുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള ശ്രമമാണ് വേണ്ടത് എന്നറിയുക. വിദ്യാർത്ഥികൾ വിനോദം ഒന്ന് കുറയ്ക്കുക, കൂട്ടുകെട്ടൊന്ന് കുറയ്ക്കുക, പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അതാണ് മറ്റൊരു കാര്യം. പുതിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അല്പം ഒന്ന് മാറ്റിവെച്ചോളൂ, പിന്നീട് മതി എന്നുള്ളതാണ്. ഇപ്പോൾ മഹാലക്ഷ്മി സ്തോത്രം ദിവസവും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും. വിദ്യാർത്ഥികൾക്ക് ഇതുകൊണ്ട് തന്നെ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ജപം കൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ വരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. വൈകാരികമായിട്ടുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ അല്പം ഒന്ന് കുറഞ്ഞു കിട്ടുന്ന വാരമാണ് എന്നുള്ളതാണ്. അതായത് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അല്പം ഒരു അകൽച്ച കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ചൊരു അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് വരാനുള്ള സാധ്യത ഏറെയുള്ള വാരമാണ്. അതിനോടൊപ്പം അകൽച്ച വർദ്ധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പുതിയ അകൽച്ചകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ള. ചൊവ്വയുടെ ഒരു പ്ലേസ്മെൻറ്റ് വെച്ച് പറയും, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളോ വീഴ്ച മുറിവോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പെരുമാറ്റത്തിൽ ചെറിയ പ്രയാസങ്ങളുണ്ടാകും. ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള ഒരു വാരമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കോപം ഏറി വരുന്ന ഒരു കാലമാണ്. ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം പെട്ടെന്ന് ചിന്തിക്കാതെ അഭിപ്രായം പറയുക, ഇതിനൊക്കെ സാധ്യത ഏറെയുള്ളൊരു വാരമാണ്. ഈ രാശിക്കാർക്ക് പൊതുവെയും തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും എന്നുള്ള കാര്യം അറിയാം. മകയിര നക്ഷത്രക്കാർക്ക് രക്തദൂഷ്യം മുതലായ ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഒരു പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ, ഡയറ്റിംഗ്, അതാണ് ഇവിടെ പറയാനിങ്ങനെ ആദ്യം ഉദ്ദേശിച്ചത്. ഡയറ്റിങ്ങൊക്കെ കുറച്ച് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പുണർദം നക്ഷത്രക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ ശ്രദ്ധിക്കുന്നതിനൊക്കെ നാരായണീയ പാരായണം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ടൊന്ന് കുറച്ചോളുക, ജീവിതത്തിൽ നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരുടെ പൊതുവെയുള്ള ഐശ്വര്യത്തിനായിട്ട് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ അല്പം വെണ്ണ സമർപ്പണം കൂടി നടത്തിക്കോളൂ. നമ്മുടെ ജീവിതം മധുരതരമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം ആയില്യം.
പല മാറ്റങ്ങളും വരുന്നതായി അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. മാറ്റങ്ങളുടെ സൂചനകൾ എന്തായാലും ലഭിക്കുവാനുള്ള ഒരു യോഗം തന്നെ ഈ വാരം കാണുന്നുണ്ട്. ദൂരയാത്ര, ഉല്ലാസയാത്ര, പിക്നിക്ക്, അതിനൊക്കെ ധാരാളം പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. യാത്രകൾ മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്ന ഒരു വാരമാണെന്ന് പറയും. അതായത് ജീവിതത്തിൽ ഒരു കംഫർട്ട് സോണിൽ നിന്ന്, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതി ആവിഷ്കരിക്കുവാൻ സാധ്യതയേറെയുള്ള കാലമാണെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിക്ക് അത് വളരെയധികം പ്രയോജനപ്പെടും എന്നും കാണുന്നു. അങ്ങനെയുള്ളൊരു വാരമാണ് കാണുന്നത്. പഴയ ബാധ്യതകൾ ഈ രാശിക്കാരെ കുറച്ചൊക്കെ ബാധിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പണച്ചെലവ് വളരെ കൂടുതലും എന്നാൽ വരുമാനത്തിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻക്രീസും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചിലർക്കൊക്കെ ഈ രാശിയിൽ ജനിച്ച ഒരു 30% ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ചെറിയൊരു ടൈറ്റായിട്ടുള്ളൊരു ഫീലിംഗ് വരാം എന്നുള്ളതാണ്. പഴയ ലോണൊക്കെ കടമൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പം ഇങ്ങനെ അതൊക്കെ റീപേ ചെയ്യുക, വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിച്ചോളൂ. സാമ്പത്തിക പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങും. കനകധാരാ സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് കലാരംഗത്ത് ടെലിവിഷൻ, ഫിലിം വേൾഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൺസിഡറബിൾ ആയിട്ട് വളരെ കാര്യമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. പുതിയ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ആ ഒരു യങ്സ്റ്റേഴ്സിന്, ആ മൈൻഡ് സെറ്റുള്ളവർക്ക്, ദശാപഹാരങ്ങൾ അനുകൂലമായിട്ടുള്ളവർക്ക് പ്രണയം വരാം, പ്രണയ സാഫല്യം, അതായത് വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സിലാണെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പ് വരാനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ ഒരു സൗഹൃദം വിച്ച് ഗീവ്സ് us പ്ലഷർ ആൻഡ് എന്താ പറയുക, പീസ് ഓഫ് മൈൻഡ്, അങ്ങനെയുള്ളൊരു സൗഹൃദം വരാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ പഴയൊരു സൗഹൃദം റിജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു യോഗം, ഇതിനൊക്കെ ഒരു ഭാഗ്യം കാണുന്ന വാരം തന്നെയാണെന്നറിയുക. ജോലിയിലൊരു പ്രൊമോഷൻ, പുതിയ ജോലിക്കുള്ള ഭാഗ്യം, നേരത്തെ പറഞ്ഞു ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ജീവിതത്തിലൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു യോഗം, അലസമായിട്ടിരുന്ന മനസ്സിന് ഒരു ലക്ഷ്യമുണ്ടാകാനുള്ള ഒരു യോഗവുമൊക്കെ ഈ വാരം കാണുന്നു. അത് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ഇപ്പോൾ നമ്മൾ ഈ കാലം എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഭാവി അൺഫോൾഡ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ വാരം അതിന് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യവും അറിയാം. ഉല്ലാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭാവിയുടെ ആ ഒരു ലക്ഷ്യം ഇപ്പോൾ സൂചിപ്പിച്ചു, അതിന് വേണ്ടിയിട്ടൊരു ഗ്രൗണ്ട് വർക്ക് വേണ്ട രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് മുന്നോട്ട് പോകേണ്ട കാലമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും വളരെ പ്രധാനം. ഇതിനകത്ത് പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിലായാലും നമുക്ക് ജീവിതത്തിൽ ഗെയിൻസ്, നേട്ടങ്ങൾ തന്നെയാണ് വേണ്ടത്. ചിലർക്ക് വൈകാരികമായിട്ടുള്ള ഗെയിൻസ് ആയിരിക്കും, സാമ്പത്തികമായിട്ടുള്ളതായിരിക്കും, ചിലർക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ആവശ്യം, ചിലർക്ക് ഹെൽത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിലെ നേട്ടങ്ങൾ വരാൻ ഭാഗ്യമുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ മഹാഗണപതിയെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള പ്രയാസമുണ്ടെങ്കിൽ ഈ ജപം ആ പ്രയാസങ്ങൾ നീക്കും. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്നാരംഭിക്കുന്ന സ്തോത്രം ജപിച്ചോളൂ. ഈ കാലത്തെ ഈ ശനിയുടെ ഒരു അഷ്ടമസ്ഥിതിയിൽ വരുന്ന ആരോഗ്യ പ്രയാസങ്ങളും ഈ ജപം കൊണ്ട് നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കാം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരുമെങ്കിലും പിന്നീട് ആ തടസ്സം അങ്ങോട്ട് നീങ്ങി കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. അതിന് സംശയം വേണ്ട. ആ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. കഴിഞ്ഞ കാലത്ത് ആവർത്തിച്ച് തടസ്സം വന്നതുകൊണ്ട് ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ചെയ്താലൊന്നും അതങ്ങോട്ട് ശരിയാകാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ളൊരു ചിന്ത വേണ്ട. മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ ഒരു പ്രോഗ്രസ് ദൃശ്യമാകും എന്നുള്ളതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാലമാണ്. കാരണം ശനി അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഭാവത്തിലല്ല. ദൈവാധീനം അല്പം ഒന്ന് കുറയുന്ന കാലവുമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഗെയിൻ വന്നാലും അതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കൊരു ഊർജ്ജസ്വലത കുറവ് പലപ്പോഴും നമ്മളെ ക്യാഷ് ഡ്രെയിനിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ പ്രയാസം അങ്ങോട്ട് പരിഹരിക്കാനായിട്ട് വ്യാഴപ്രീതിയും വിഷ്ണുപ്രീതിയും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം
തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ ശ്ലോകം, വ്യാഴപ്രീതികരമായിട്ടുള്ള ഈ ശ്ലോകം ദിവസവും 18 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ ഈ തടസ്സം നമ്മൾ വരുന്ന അതൊക്കെ അങ്ങോട്ട് നീങ്ങിക്കോളും. അതൊക്കെ പിന്നീട് നമുക്കത് വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഈ ജപം കൊണ്ട് പ്രോഗ്രസ് ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഒക്കെ ഉണ്ടായിരുന്ന ആ തടസ്സം, ആ ഒരു വിജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ, അതൊക്കെ പൂർണ്ണമായിട്ടും മാറും. ഇത് മാത്രമല്ല, ഒരു ഊർജ്ജസ്വലതയോടുകൂടി വർക്ക് ചെയ്യാൻ, ഈ ശരീരത്തിനൊരു ക്ഷീണവും പഠനകാര്യങ്ങളിലൊരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് മാറി കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ജപം കൊണ്ട് വരികയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ശിവപ്രീതികരമായിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടും നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളോ ശരീരത്തിന് ചെറിയ വീഴ്ച, മുറിവ്, അതിൻ്റെ ഒരു സൂചനയുണ്ട്. അതും ഈ ശിവപ്രീതി കൊണ്ട് പൂർണ്ണമായിട്ട് നീങ്ങി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നറിയുക. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തരം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ ഏറെ വരുന്ന ഒരു വാരമാണ്. അതായത് ബിസിനസ്സിലൊരു പ്രോഗ്രസ്, അല്ലെങ്കിൽ ബിസിനസ്സിലൊരു പുതിയ പാർട്ട്ണറിനെ ലഭിക്കുക, ലോൺ ക്രെഡിറ്റ് സാങ്ഷൻ വന്നു ചേരുക, ഇങ്ങനെയുള്ള പല അനുകൂലമായിട്ടുള്ള സൂചനകളും ലഭിക്കുവാനും, ഇപ്പോൾ ഗവൺമെൻറ് സാങ്ഷന് വേണ്ടി ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും എന്തിനായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ശരിയായി വരുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യവും അറിയുക. പ്രണയകാര്യങ്ങളിൽ ഒരു സാഫല്യം, പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യം. യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരം ഇവയൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ദൂരയാത്ര, വിദേശയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. ബന്ധുക്കളുമായിട്ട് ഒരു പുനഃസമാഗമം അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുക, ഇതിനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗമുണ്ട്. പുതിയ ഡ്രസ്സോ ആഭരണങ്ങളോ ഒക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ള വാരമാണ് എന്നറിയുക. രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ബുധനാഴ്ചകളിൽ അവതാര വിഷ്ണു, ശ്രീകൃഷ്ണൻ, ശ്രീരാമ ക്ഷേത്ര ദർശനം, വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ജോലിക്കാര്യങ്ങളിൽ ഉയർച്ച നൽകുവാനായിട്ട് സഹായിക്കും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. കുറച്ചു കാലമായിട്ട് പല കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സമുണ്ടായിരുന്നിരിക്കാം. ഇത് അല്പം ഒരു വിഷമം സൃഷ്ടിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ശരിയാവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു എനർജി ലെവൽ കുറവായിരിക്കും. എനർജി ലെവൽ അങ്ങോട്ടിപ്പോൾ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പലപ്പോഴും ഒരു പോസ്റ്റിന്, വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ ഒരു മടി കാണിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറേണ്ട ഒരു വാരമാണ് ഈ വാരം. പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വന്നു ചേരുവാനും പുതിയ ജോലിക്കായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതുമായിട്ടുള്ള വാരമായതുകൊണ്ട് ഊർജ്ജസ്വലതയോട് മുന്നോട്ട് പോവുക. അതിനായിട്ട് ഏറ്റവും ആവശ്യം ആദിത്യ ഹൃദയ സ്തോത്ര ജപമാണ് എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം അരുണദിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. ഇങ്ങനെ ആരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇത് അത്യാവശ്യമാണ്. ഈ രാശിയിലുള്ളവരൊക്കെ അത് ജപിക്കേണ്ടത് അത്യാവശ്യം. ചോദ്യ നക്ഷത്രക്കാരുടെ ഈ അകാരണമായിട്ടുള്ള ഒരു വിഷമം, ഈ വിഷമം മാത്രമല്ല ഒരു ഭയവും വരാം. ഭയം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ലൈഫ് ഹസ് ബിക്കം സോ അൺസർട്ടൺ ഒക്കെയുള്ളൊരു തോന്നൽ വരുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് 48 വയസ്സ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആകെ ഒരു നമ്മൾ സംഭ്രമം എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു അങ്ങനെയുള്ള ആ സ്വഭാവം ഇല്ലാത്തവർക്ക് പോലും അങ്ങനെ വരാം. ഒരു ഭയം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാണ്ട് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ആദിത്യ ഹൃദയ സ്തോത്രം ധാരാളം മതി, അത് ജപിച്ചോളൂ. മനസ്സ് വളരെ ശക്തമാകും. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാനും ശുഭാപ്തിവിശ്വാസം വന്നു ചേരുവാനുമുള്ള യോഗം ഇതുകൊണ്ട് തന്നെ ഉണ്ടാവും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് പ്രോജക്ട്സിന് പറ്റിയ വാരമല്ല. കൂടുതൽ പണം മുടക്കിയുള്ള ഒരു പ്രോജക്റ്റും തൽക്കാലം വേണ്ട എന്നുള്ള കാര്യം അറിയാം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ജോലി മാറണം എന്നൊക്കെ തോന്നും, പക്ഷേ ജോലി മാറുവാൻ പറ്റിയ
വാരമല്ല എന്ന് പ്രത്യേകിച്ച് അറിയുക. ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങളുമൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന കൊണ്ട് ഒരു പരിധി വരെ മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഗൃഹത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില വാക്കുകളോ ഒരു വാർത്തയോ ദൂരദേശത്ത് നിന്നൊരു വാർത്തയോ ഒരു പ്രസൻറ്റോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പുതുവസ്ത്രലാഭം, ആഭരണ ലാഭം, അല്ലെങ്കിൽ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുക, വാഹനം പുതിയത് വാങ്ങിയ, വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുക, ഇതിനൊക്കെ ഏറെ സാധ്യതയുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇതിനാവശ്യമായിട്ടുള്ളൊരു സോഴ്സ്, പണത്തിനൊരു സോഴ്സ് വരുന്നുള്ളതാണ്. ഒന്നുകിൽ സാലറി അരിയേഴ്സോ, ഇൻക്രിമെൻ്റ് അരിയേഴ്സോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്യാഷ് ഗിഫ്റ്റോ ഒക്കെ ലഭിക്കുവാൻ ഏറെ ഭാഗ്യമുള്ള ഒരു വാരം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രൊഫഷണൽസിന്, ഹയർ എഡ്യൂക്കേഷൻ, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, അവർക്കൊക്കെ ഒരു ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, MBAക്ക് അഡ്മിഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മെഡിസിൻ, അതിനൊക്കെയുള്ള ഒരു അവസരം വന്നു ചേരുന്ന ഒരു കാലമാണ്. എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഇതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ബ്രൈറ്റായിട്ട് വരും. ദൂരദേശത്തോ വിദേശത്തോ ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയാം. മനസ്സിന് അതുകൊണ്ട് തന്നെ സന്തോഷം വരുന്ന ഒരു കാലവുമാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഒരു യോഗമുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഈ രാശിക്കാർക്ക് കാണുന്നു. എന്നാൽ അനിഴം നക്ഷത്രക്കാർ പഴയ ബാധ്യതയൊക്കെ വരുത്തി വെച്ചിട്ടുള്ളവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക പണച്ചെലവ് നിയന്ത്രിക്കുകയും മഹാലക്ഷ്മി പ്രീതി വരുത്തേണ്ടതും അനിഴം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വളരെ പ്രാധാന്യമുള്ള വാരമാണ് എന്നറിഞ്ഞോളൂ. പൊതുവെ ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഭദ്രകാളി പ്രീതിയാണ് അത്യാവശ്യം. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത്, കഴിയുമെങ്കിൽ അവിടെ അല്പം തെറ്റിപ്പൂവും കുങ്കുമവും കൂടി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി നമ്മുടെ കാലം കുറച്ചു കാലമായിട്ട് അത്ര നല്ല സമയമായിരുന്നില്ല. ഇനി വരുന്ന കാലം ഒരു മെച്ചമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാരം അതിൽ വളരെ പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് കാലത്തെ ഭദ്രമാക്കുന്നവൾ, അതാണ് ഭദ്രകാളി എന്ന് പറഞ്ഞൊരു സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തോടുകൂടി ദേവിയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ വാരം വിജയമുണ്ടാകുവാനുള്ള യോഗമുണ്ട്. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ഒരു ഊർജ്ജസ്വലത കുറവ് വരുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇത് ഒരു പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ അടുത്തടുത്ത് വരികയായിരുന്നു. അതായത് ഊർജ്ജസ്വലത കുറവ്, ഒരു കാര്യത്തിലും അങ്ങനെ അധികം താല്പര്യം എടുക്കാണ്ടിരിക്കുക. വിവാഹം കുറച്ചു കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് ഇപ്പോഴൊന്നും അത് ശരിയാകാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. എന്താ ഇപ്പം ഇങ്ങനെ ശരിയാകാത്തെന്നുള്ള മറ്റൊരു തോന്നൽ. അതുപോലെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഡിസേർവിങ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല, അതിപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ചിന്തിക്കുക. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ ആ ഒരു ഡ്രൈവ് ആൻഡ് ഇനിഷ്യേറ്റീവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡ്രൈവ് ഇനിഷ്യേറ്റീവ്, ആ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാം. അതിന് ഏറ്റവും പ്രധാനം എപ്പോഴും ദൈവാധീനമാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയായി കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുക എന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള വ്യാഴൻ്റെ മന്ത്രമാണ് ജപിക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന ആ ശ്ലോകമാണ്, ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഇതങ്ങോട്ട് 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളിലെയും ആ തടസ്സങ്ങൾ അങ്ങോട്ട് കുറഞ്ഞതായി അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരിക്കുള്ള ഡ്രൈവ് ഇനിഷ്യേറ്റീവ് കഴിവുകളൊക്കെ വരികയും ആ രീതിയിൽ മുന്നോട്ട് പോകുവാനും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
പല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇങ്ങനെ സാധിച്ച് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അത് ശരിയായി വരുന്നതായിട്ട് അനുഭവപ്പെടും. യാത്രകളുണ്ടാകാം, ആഘോഷങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിത ചര്യയിൽ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാം. പലരുമായി പരിചയം പുതുക്കുവാനോ പല പുതിയ പരിചയക്കാർ വരുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ബിസിനസ് ഫീൽഡിലാണെങ്കിൽ ഈ പുതിയ പരിചയങ്ങൾ ഉയർച്ചയ്ക്ക് സഹായിക്കും ഉള്ളതിൽ സംശയം വേണ്ട. കല, സിനിമ, TV ലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരുവാനും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് MBA അതിനൊക്കെ അഡ്മിഷൻ കിട്ടുവാനുള്ള ഒരു യോഗം, PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് വരുവാനുള്ള, ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം, ദൂരദേശത്തും വിദേശത്തും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി ലഭിക്കുവാനും, അപ്പം അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് വരുവാനും, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗെയിൻസിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുമുള്ള യോഗവും, പുതിയ വാഹനം വാങ്ങാനുള്ളൊരു താല്പര്യം, അതിനുള്ള ലോണിനൊക്കെ നമ്മൾ അവെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വീട് പണിക്ക് താല്പര്യപ്പെടുക, വാസസ്ഥാനം ഒന്ന് മാറുന്നതിൻ്റെ സൂചനയൊക്കെ വരാം. അതിനായിട്ടൊരു പ്ലാനിങ്ങും അതിനൊരു സെർച്ചും ഒക്കെ നടത്തുന്ന ഒരു വാരമാണ്. അത് പലപ്പോഴും ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ഒരു പടവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക എന്നുള്ളതാണ്. പൊതുവെയുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതികരമായിട്ടുള്ള, ധർമ്മശാസ്ത്ര പ്രീതികരമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുക. ശനിയാഴ്ച ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നീരാജനം കഴിപ്പിച്ചോളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങും. ധർമ്മശാസ്ത്ര സ്തോത്രം ദിവസവും ജപിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊന്ന് കാര്യമായിട്ട് കുറയുകയും കാര്യങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുവാനും ഇത് സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ കോപ സ്വഭാവം ഒന്ന് കുറച്ചോളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കോപ സ്വഭാവം ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. മൈൻഡും പലപ്പോഴും ഡിസ്റ്റർബ്ഡായിട്ട് കാണുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ സൂചനയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായിട്ടുള്ള ടെൻഷൻസും കാണുന്നു. ഈ പ്രാർത്ഥന ഇപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് സമർപ്പണത്തോടുകൂടി ജപിച്ചോളൂ. ഈ രണ്ട് നക്ഷത്രക്കാരുടെയും പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിട്ട നക്ഷത്രക്കാരുടെ ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഈ ജപം കൊണ്ട് നീങ്ങും എന്നറിയുക. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ ഒരു ശരീരത്തിനൊരു പ്രയാസം, അതായത് ഒരു ക്ഷീണം, പഠന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഊർജ്ജസ്വലത കുറവ്, ഇമ്പൾസീവായിട്ട് പെരുമാറുക, കോപം വരിക, വാശി വരിക, ഇത് രണ്ടും പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും മനസ്സിൽ അതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൂട്ടുകെട്ട് കുറയ്ക്കുക, വിനോദം കുറയ്ക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ സമയം വെറുതെ പോകാണ്ടിരിക്കാൻ, സമയം അങ്ങ് പോകും, വളരെ ഫാസ്റ്റായിട്ട് പോകും, നമ്മൾ അറിയാതെ തന്നെ അതങ്ങോട്ട് പോകും എന്നുള്ളതുകൊണ്ട് വളരെ ജുഡീഷ്യസ് ആയിട്ടൊരു ടൈം പ്ലാനിങ് നടത്തേണ്ട കാലമാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും വിദ്യാർത്ഥികൾ ഒരു പ്രൊഫഷണൽ ഓറിയൻറ്റേഷൻ ഉള്ളവരും ഒക്കെ ഇത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇതിലൊക്കെയുള്ളൊരു താല്പര്യവും ആത്മവിശ്വാസവും കുറയുന്ന ഒരു കാലമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് എന്നറിയാം. അപ്പോൾ പഠനകാര്യങ്ങളിൽ ഉയർച്ച വരുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക എന്നതുപോലെ തന്നെ സരസ്വതീ ദേവിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇത് ജപിക്കുന്നതുകൊണ്ട് പഠനകാര്യങ്ങളിൽ ഉയർച്ച വരും, ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുവാനും അകൽച്ചയുള്ള വ്യക്തികളെ നമുക്ക് അടുപ്പിക്കുവാനുമൊക്കെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്നറിയാം. ബിസിനസ് ഫീൽഡിലും മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സംഭാഷണം മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് മെച്ചപ്പെടുവാനുമൊക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരും എന്ന് പ്രത്യേകം
പ്രത്യേകിച്ചറിയാം. വിവാഹം, പ്രണയം ഇക്കാര്യങ്ങൾക്ക് ഈ വാരം അത്ര അനുകൂലമല്ല എന്ന് പ്രത്യേകിച്ചറിയാം. ശനിയെ വണങ്ങാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ധർമ്മശാസ്താവിനെയും വണങ്ങിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നറിയുക. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. പൊതുവെ അധിക ചെലവും ആഡംബരങ്ങൾക്കായിട്ട് പണം ചെലവാക്കേണ്ട ഒരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു കാലമാണെന്നറിയാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള യോഗവുമുണ്ട്. അല്പം ഒരു സാമ്പത്തികമായിട്ടൊരു ടൈറ്റ് ഫീലിംഗ് വരാം എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ചില എക്സ്പെൻസസും ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് അല്പം പണം ഒന്ന് കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ പണം വന്നാലും മനസ്സിനൊരു സമാധാനക്കുറവ് അനുഭവപ്പെടാമെന്നുള്ളതാണ്. ഇതിപ്പോൾ എങ്ങനെയായാലും ലോണൊക്കെ റീപേ ചെയ്യുക എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്ന ഒരു സമയമാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിൽ പണം വരും. സന്തതിഭാവത്തിന് ഉയർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വഴിയുമൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെടും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, പിന്നെ രക്തദൂഷ്യം, അതായത് ഷുഗറാകും, കൊളസ്ട്രോൾ ആകും, ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ്. വൈകാരികമായിട്ടൊരു ഊർജ്ജസ്വലത വരുവാനും ഈ ആരോഗ്യ പ്രയാസങ്ങൾ സൂചിപ്പിച്ചത് അങ്ങോട്ട് കുറയുവാനോ മാറിക്കിട്ടുവാനോ ആയിട്ട് സർപ്പപ്രീതി അത്യാവശ്യം. അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ വണങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. ഊർജ്ജസ്വലത ലഭിക്കുന്നു. മാത്രമല്ല വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറഞ്ഞ് നമ്മുടെ ലക്ഷ്യബോധം വർദ്ധിച്ച് കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അധിക പണച്ചെലവിനൊരു പരിഹാരം, അതായത് വരുമാനം വർദ്ധിച്ച് ചെലവ് കുറച്ച് മുന്നോട്ട് പോകുവാനും ഈ പ്രാർത്ഥനകൾ സഹായിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ കോപസ്വഭാവം ഇപ്പോൾ ഏറുന്ന ഒരു സമയമായതുകൊണ്ട് ഹരേ രാമ ജപിച്ച് കോപസ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യവും അറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. അല്ല, ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് ധാരാളം വരുന്നുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പേര്, എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത്, ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. sriastro@gmail.com. ഇതിലേക്ക് മെയിൽ അയയ്ക്കുക. തിരഞ്ഞെടുക്കുന്ന മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും എന്നുള്ള കാര്യവും അറിയുക. ആദ്യത്തെ മെയിൽ മിസ്സസ് സിനി പുരുഷോത്തമൻ, ചിറയൻകീഴിൽ നിന്നാണ്. മകൾ നക്ഷത്രം ഉത്രം, കന്നിക്കൂറാണ്. 28 വയസ്സ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, ഹൈദരാബാദിലാണ്. വിവാഹം എന്ന് നടക്കും, ചൊവ്വാദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവാഹം നടക്കും. വരുന്ന 9 മാസത്തിനകം തന്നെ വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ടെന്ന് പ്രത്യേകിച്ചറിയുക. വെൽ എംപ്ലോയിഡ് ആയിട്ടുള്ളൊരു ബോയ് തന്നെ വരാനുള്ള ഭാഗ്യമുണ്ട്. ഈ വരുന്ന 9 മാസത്തിനകം അല്പം ഒന്ന് ശ്രമിച്ചോളൂ. ആ ശ്രമത്തിന് പൂർണ്ണമായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട്. ജോലി ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും അവർക്ക്, ഈ ഗ്രൂമിന് എന്നുള്ള കാര്യവും. കാരണം 7ാം ഭാവം വളരെ ബ്രൈറ്റാണ് എന്നുള്ളതാണ്. പിന്നെ ചൊവ്വാദോഷം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 12ലെ ചൊവ്വയാണ്. അത് വലിയ ദോഷമായിട്ട് കരുതേണ്ടതില്ല. അങ്ങനെ ആരോണ്ടോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ദോഷമൊന്നും ജാതകത്തിലില്ല. ശനിയുമായിട്ടൊരു 7ാം ഭാവത്തിലൊരു ശനി ദൃഷ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വിവാഹം വൈകാനുണ്ടായ ഒരു കാരണം. പിന്നെ ഭൗതികമായിട്ടുള്ള കാരണം ഷി വാസ് ഫാർ അവേ ഫ്രം യുവർ നേറ്റീവ് പ്ലേസ്, അതാണ് മറ്റൊരു കാരണം. എന്തായാലും വിവാഹാലോചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിവാഹം ഉടൻ തന്നെ നടക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ശിവപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, ജപം ഒക്കെ നടത്തുക. ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. നല്ലൊരു വിവാഹവും ലഭിക്കും. അടുത്ത മെയിൽ ശ്രീ ചെല്ലപ്പൻ വാദ്യാർ, വടക്കഞ്ചേരിയിൽ നിന്നാണ്. മകൻ നക്ഷത്രമായില്യം, ബോംബെയിലാണ്. ഇറ്റ് വാസ് വളരെ ബ്രൈറ്റായിരുന്നു. M.Tech ആണ്, പക്ഷെ നല്ല ജോലിയില്ല. അതുകൊണ്ട് വളരെ വിഷമത്തിലാണ് എന്നാണ്. കമ്പ്യൂട്ടർ സയൻസിലാണ് അല്ലേ M.Tech.
നല്ല ജോലിയില്ല, അതുകൊണ്ട് ആൾ വളരെ വിഷമത്തിലാണെന്നാണ് ശ്രീ ചെല്ലപ്പൻ വാദ്യാർ പറഞ്ഞിരിക്കുന്നത് വടക്കഞ്ചേരിയിൽ നിന്ന്. നക്ഷത്രം ആയില്യമാണ്. സർവാഭീഷ്ട സ്ഥാനത്ത് വ്യാഴൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയമാണ്. ശനി അത്ര അനുകൂലമായിട്ടുള്ള സ്ഥാനത്തല്ലെങ്കിൽ പോലും വരുന്ന 6 മാസത്തിനകം തന്നെ നല്ലൊരു ജോലി ലഭ്യമാകും. വിദേശധനം വരാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ധനലക്ഷ്മി കടൽ കടന്നു വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വിദേശത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ ഒരു MNCയിൽ ജോലി, അല്ലെങ്കിൽ ഒരു ഇപ്പം MNCയിലാണെന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു പ്ലേസ്മെൻറ്റ് തന്നെ കിട്ടും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിഘ്നങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വണങ്ങിക്കോളൂ കേട്ടോ. ഓം ശ്രീ ഗണേശായ നമഃ അത് 108 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ നീങ്ങിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു ജോലി ലഭിക്കും, സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതവും ലഭിക്കും, സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ മിസ് നീന സാരംഗാണ്. നക്ഷത്രം ഉത്രാടം, 31 വയസ്സ്. MNCയിലെ ജോലിയാണ്. വെരി ഗുഡ് പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ഗെറ്റിംഗ് വെരി ഗുഡ് സാലറി. ഐ ഹാഡ് എൻ അഫെയർ ഫോർ ദി ലാസ്റ്റ് 7 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ബട്ട് ദർ വാസ് എ ബ്രേക്കപ്പ്. ഐ ഡോണ്ട് നോ ദി റീസൺ വൈ ദർ വാസ് എ ബ്രേക്കപ്പ്. ഐ ഡിഡ്ന്റ് ബ്രേക്ക് ഇറ്റ്. പക്ഷേ അത് he actually got distance from me. The reason is unknown. I think it is some superstition with his family members that I am having strong Chuvvadosham or I am a Mangalik. That is their misunderstanding, because he fell sick 6 years back and he had a lot of physical problems and he had to be treated, and he took treatment and now he's all right. That is what Miss Nina Sarang is saying. But he got distance from me and he hesitates to meet me എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വീട്ടുകാരുടെ പ്രേരണയാണ് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായേക്കാം. പിന്നെ ജാതകത്തിൽ മിസ് നീനയുടെ ജാതകത്തിൽ 7 ചൊവ്വയുണ്ടെന്നുള്ളത് ശരിയാണ്. ചൊവ്വയുണ്ട്. അപ്പോൾ ചെറിയൊരു ചൊവ്വാദോഷം അതിനകത്ത് വിധിക്കാം. വലിയ ചൊവ്വാദോഷമൊന്നും ഇല്ല. അത് സ്ഥാനത്തിന് വലിയ ഹാനി വരുത്തുന്ന രീതിയിലുള്ള ചൊവ്വയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ചൊവ്വാദോഷമായിട്ട് അതിനെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. യുൽ ഗെറ്റ് എ വെരി ഗുഡ് മാരേജ്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ബോയുടെ ഡീറ്റെയിൽസ്, അതായത് ഗ്രഹനിലയൊന്നും കൊടുത്തിട്ടില്ല, ബർത്ത് ഡീറ്റെയിൽസും ഒന്നും കൊടുത്തിട്ടില്ല. നക്ഷത്രം വെച്ച് പറയുമ്പോൾ അത്രയും അങ്ങോട്ടൊരു പൊരുത്തം അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അത് സാരമില്ല, എപ്പോഴും മനപ്പൊരുത്തമാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് ആൾക്കാർ പറയാറുണ്ട്. നമ്മൾ വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കുമ്പോൾ വേണ്ട രീതിയിൽ നോക്കുക. ഇപ്പോൾ പ്രണയമാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പണ്ട് സ്വയംവരത്തിന് ജാതക പൊരുത്തം ഒന്നും നോക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തുമ്പോൾ അത് വേറൊരു കാര്യം. ഇനിയിപ്പോൾ വിവാഹം ഇതല്ല, മറ്റൊരു വിവാഹം ആലോചിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊരുത്തം നോക്കി അതിന് പാപസാമ്യത്തിനൊരു പ്രാധാന്യം കൂടി കൊടുക്കണേ. അതായത് വരൻ്റെ ജാതകത്തിൽ ലഗ്നാൽ 7 പാപൻ വേണം, എന്നാൽ മാത്രമേ ചേരുള്ളൂ. പിന്നെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഉത്രാടം നക്ഷത്രമാണ്, ദശാപഹാരങ്ങൾ അനുകൂലമാണ്. ഇപ്പോൾ തന്നെ, അതായത് 5 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. നല്ല വിവാഹം തന്നെ ലഭിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹത്തിന് ശേഷം കാര്യമായിട്ടുള്ള പ്രോസ്പെരിറ്റി, ഉയർച്ച ഇവയൊക്കെ കാണുന്നുണ്ട്. സന്തോഷമായിരിക്കുക. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം കൂടി എടുത്തോളൂ. വിവാഹ കാര്യങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. മാന്യപ്രേക്ഷകർക്ക് ഒന്നുകൂടി ഓണാശംസകൾ. ഈ ഓണം ആഘോഷത്തിൻ്റെ ഓണമായിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ആഘോഷം നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഓണം സഹായിക്കട്ടെ എന്നുള്ളത് ഏറ്റവും വലിയ ആശംസയും പ്രാർത്ഥനയുമാണ് എന്നുള്ളതാണ്. സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു ഓണം തന്നെ ആയിരിക്കട്ടെ. വരുന്നൊരു വർഷം വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഓണാഘോഷം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.